ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ചോർന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിഴലിക്കുകയാണ്. ഇ പി ജയരാജൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. കൃത്യമായി തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ജയരാജൻ സ്വമേധയാ മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസിന് കയറാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കരുക്കളാണ് ഇപ്പോൾ പിണറായി വിജയൻ നീക്കുന്നത് എന്ന് അങ്ങനെ കാണാമോ? അല്ല, എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങൾ കുറെയൊക്കെ വസ്തുതയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അദ്ദേഹം പറഞ്ഞ മാതിരിയിൽ ചില ചിട്ടവട്ടങ്ങളും ചില കീഴ്വഴക്കങ്ങളും ചില പദ്ധതികളും അതിനൊരു ഭരണഘടനയും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസം എന്നോ അവസാനിച്ചില്ലേ റെജി ലൂക്കോസ്? അതിന്റെ സ്ഥാനത്ത് പിണറായിസം അവരോധിക്കപ്പെട്ടു എന്ന് ഒരുപക്ഷെ അടക്കം പറയുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഉണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അപ്പൊ നോക്കൂ, ഈ പാർട്ടിക്കകത്ത് ഇടക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, ചിട്ടവട്ടങ്ങൾ, കീഴ്വഴക്കങ്ങൾ ഒക്കെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അങ്ങ് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയല്ലേ? പിന്നെ താങ്കൾ പറഞ്ഞ ചില വസ്തുതകളെ നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. മുഹമ്മദ് റിയാസ് ലോകം അറിയുന്ന ആളാണ്. DYFI എന്ന് പറയുന്നത് ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രസ്ഥാനമാണ്. അദ്ദേഹം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ മുമ്പാകെ പോയി ഒരു ഒപ്പിന് വേണ്ടി പോയപ്പോൾ, പ്രചരണത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഹു ആർ യു, വാട്ട് ഈസ് DYFI? അപ്പൊ അത്രയധികം പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അതൊന്നും എന്റെ വിഷയമല്ല, നമ്മുടെ വിഷയവുമല്ല. മറിച്ച് നമ്മുടെ മുമ്പിലെ വിഷയം എന്താണ്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് BJPയെ കുറിച്ച് നിങ്ങളുടെ ആശങ്ക ഞാൻ ഉൾക്കൊള്ളും, കൃത്യമായിട്ട് ഉൾക്കൊള്ളും. ഞാൻ അതങ്ങോട് പറയുന്നത്, ഒരു ജീവിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ സൂചനയാണ് ഉച്ഛ്വാസവും നിശ്വാസവും. ഉപാപചയ പ്രവർത്തനം എന്ന് പറയുന്നത് ബയോളജിക്കലി ഒരു ജീവന്റെ ലക്ഷണമാണ്. പാർട്ടിക്കകത്തേക്ക് പുതിയ വസ്തുതകൾ ഉൾക്കൊള്ളും, അതേ സമയത്ത് മാലിന്യങ്ങളെ പുറന്തള്ളും. ഒരിക്കൽ മാലിന്യമായി പുറന്തള്ളാൻ അവസരം കൊടുത്തു, അദ്ദേഹത്തെ നമ്മളൊരു സമയത്തേക്ക് അദ്ദേഹത്തിന് ഉപദേശിച്ചു, തിരിച്ചു വന്നു. വീണ്ടും വീണ്ടും നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലേതായാലും ഇന്നോവയുമായി മാഷ അബ്ദുള്ളയുമായിട്ടൊന്നും BJP പോവില്ല. അത് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് അവിടെ നിൽക്കാം. എത്ര കാലം അദ്ദേഹം അവിടെ നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനും കാലം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മുടെ വിഷയമല്ല. പക്ഷെ ചോദ്യം ഇവിടെ, മുഹമ്മദ് റിയാസിന് കേരളത്തിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് കിട്ടാത്ത പരിഗണന കിട്ടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? അദ്ദേഹം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മന്ത്രിസഭയ്ക്കകത്ത് അദ്ദേഹത്തിന് ഇത്രയും ഗൗരവമായ സ്ഥാനം കിട്ടിയത്? അതല്ല പാർട്ടിക്കകത്ത് അദ്ദേഹത്തെക്കാൾ കഴിവുള്ളവരില്ലാഞ്ഞിട്ടാണോ? MA ബേബിയെ പോലെയുള്ള, സുധാകരനെ പോലെയുള്ള ആളുകൾ കൊള്ളരുതാത്തവരായിട്ടാണ്? അവർക്ക് പ്രായപരിധി നിശ്ചയിച്ചത് മറ്റാരെയോ പുറംവാതിൽ കൊണ്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ. സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ നമ്മൾ എത്തിക്കുന്ന കാര്യം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രവേശനത്തിന് ഒരു ഔപചാരികത നൽകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ മാതിരി സീനിയോറിറ്റി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മോശമല്ലാത്ത കഴിവുള്ള ആളാണ് സുരാജ്. സ്വാഭാവികമായിട്ടും സുരാജ് ആണോ റിയാസ് ആണോ കഴിവുള്ളവൻ എന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്, അവർ വിലയിരുത്തേണ്ടതാണ്. പക്ഷെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു പൊതുജനങ്ങളെ ബാധിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്താണ് അദ്ദേഹത്തിന് കിട്ടാത്ത പരിഗണന ഇദ്ദേഹത്തിന് കിട്ടാൻ കാരണം? താങ്കൾ പറഞ്ഞ മാതിരി ഒരു കാര്യം വ്യക്തമാണ്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരക്കഥ രചിക്കുന്നതിൽ വളരെ വിരുദ്ധനും സമർത്ഥനുമാണ് നമ്മുടെ കോഴിക്കോട്ടുകാരൻ കൂടിയായ മന്ത്രി. നോക്കൂ, ഒരു പിണറായിക്കെതിരായിട്ട് ചില വാർത്തകൾ വന്ന പത്രസ്ഥാപനത്തിനകത്ത് ഇരച്ചു കയറാനും ആ സ്ഥാപനത്തിനകത്ത് സമരം നടത്താനും അദ്ദേഹത്തെ രക്ഷിക്കാനും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയായി കാണാനും അതുവഴി പാർട്ടിക്കുള്ളിലേക്കും പിണറായി കുടുംബത്തിനകത്തേക്കും കടന്നു കയറാനുള്ള സാമർത്ഥ്യം അതിനെ അംഗീകരിക്കുന്നു. അത് അദ്ദേഹത്തെ ശ്ലാഘിക്കേണ്ടതുമാണ്. പക്ഷെ അതൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾക്കനുസരിച്ച് അംഗീകരിക്കപ്പെടുന്നതാണെന്നോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കത്തോടൊപ്പം ചേർന്ന് പോകുന്നതാണോ എന്ന് വിശ്വസിക്കാത്ത നിരവധി പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇവിടെ പിണറായിസം വിജയിക്കുന്നു. മാത്രമല്ല, നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് അറിയാത്തവരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കാത്തവരാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. EP അത്ര നിസ്സാരനാണോ? ഇത്തരം കീഴ്വഴക്കങ്ങളൊന്നും അറിയാത്ത ആളാണോ EP? എന്റെ ധാരണ വെച്ച് കേരള പാർട്ടിക്കകത്ത്, പിണറായി പാർട്ടിക്കകത്ത് വളരെ സീനിയറായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അവസരങ്ങൾ നിഷേധിച്ചു എന്ന് അടക്കം പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഈ തരുണത്തിൽ ഇങ്ങനെ ഒളിച്ച് പുറത്തു കടത്തിയതിന്റെ പുറകിൽ ഉണ്ടായ താല്പര്യം എന്താണ് എന്ന് പഠന വിധേയമല്ലേ? അപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് എന്താണ്? ഇതൊരു തിരക്കഥയുടെ ഭാഗമായിട്ട് വേണം ആ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് പുറത്തു വന്നതും അതുമായി ഉണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരുന്ന നടപടി അത് മറ്റാരെയൊക്കെയോ എന്താ പറയാ പുറംവാതിലൂടെ തിരുകിക്കയറ്റി നാളെ എന്തൊക്കെയോ ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ തെറ്റിദ്ധരിക്കും.
അതെ, ചർച്ച ചെയ്യണം എന്നുള്ളത് ഒരു അനിവാര്യമായ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവർ പാർട്ടിക്കകത്തുണ്ട്. കുടുംബാധിപത്യമാണ്, ജനാധിപത്യമല്ല പാർട്ടിക്കകത്തുള്ളത്. വംശമഹിമയും കുടുംബമഹിമയും കുടുംബത്തിലൂടെയുള്ള അധികാരത്തിന്റെ അരക്കിട്ടുറപ്പിക്കലുമാണ് ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപചയത്തിന്റെയും നാശത്തിന്റെയും തുടക്കമായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്.